സോ ഗൈസ് പുതിയൊരു മീറ്റപ്പായിട്ട് വന്നതാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഡിഫൻഡറൊക്കെ വെച്ചുകൊണ്ട് ഇപ്പം നിങ്ങൾ ആലോചിക്കും ഈ ബ്രോ എന്ത് ചെയ്യാനായിട്ടുള്ള പുറപ്പെടാണെന്ന്. വേറെ ഒന്നുമല്ല ഗൈസ്, നമ്മളൊരു ഓഫ് റോഡ് മീറ്റപ്പ് സെറ്റ് ചെയ്താണ്. എത്ര കൂട്ടുകാർ വരുമെന്ന് എനിക്കറിയത്തില്ല. ഞാനാണെങ്കിൽ പാസ്വേഡ് എല്ലാം കൂടെ ഇട്ടിട്ടുണ്ട്. ലൈനപ്പ് ആക്കി ഇടാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ വരും, ഞാനാണെങ്കിൽ ലൈനപ്പ് ആക്കി ഇടാൻ പറയും. കാരണം ഇവിടെ നമുക്ക് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണം ഗൈസ്. അപ്പം നിങ്ങൾ എല്ലാ കൂട്ടുകാരും ചിന്തിക്കും ബ്രോ 2 പേരെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാനാണെന്ന്. അപ്പോൾ ഗൈസ് എല്ലാവരും വരും, നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഞാൻ ലാഗാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ വീഡിയോ ഇതുവരെയായിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്ത് കൂട്ടാനാണെങ്കിൽ ഓടിപ്പോയി ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് പ്രസ് ചെയ്ത് അടിക്കുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്നിട്ട് CPM കളിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് ചോദിക്കണമെന്ന് വിചാരിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. വേറെ ഒന്നുമല്ല, എൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മടുപ്പായിട്ടാണോ തോന്നുന്നത്, ഞാൻ എന്തെങ്കിലും ഇനി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുണ്ടോ, ജസ്റ്റ് അതിനെക്കുറിച്ച് പറയാം. പിന്നെ കാരണപ്പറ്റി എനിക്ക് അങ്ങനെ വലിയ അറിവൊന്നും ഇല്ലെങ്കിലും ഏകദേശം ഞാനിപ്പോൾ പഠിച്ച് വരുന്നുണ്ട്. എന്തായാലും അത് വഴിയെ സെറ്റാകുന്നതായിരിക്കും. ഇവിടെ ആയിട്ട് ഒരു ബ്രോ ആണെങ്കിൽ റൂബിക്കോൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ ഡിഫൻഡർ കിടപ്പുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിലായിട്ട് LC ഉണ്ട്. പിന്നെ ഒരു ബ്രോ ആണെങ്കിൽ ഇപ്പോൾ റൂബിക്കോൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പുള്ളിയാണെങ്കിൽ ഈ ബാക്കിലോട്ട് കൊണ്ടുപോയി ഇടുന്നില്ല. അപ്പോഴത്തേക്കും മറ്റേ പുള്ളിക്കാരനാണെങ്കിൽ ഗൈസ് അർജുൻ ബ്രോ എന്നാണ് പുള്ളിയുടെ പേര്. എന്തായാലും ലൈനപ്പ് ആക്കി ഇടാൻ വേണ്ടിയിട്ട് പുള്ളി പറയുകയാണ്. എന്തായാലും ആ ബ്രോ കൊണ്ടിട്ടിട്ടുണ്ട്. അങ്ങനെ അനുസരിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് വേറൊരു ഫോളോവർ പറയുമ്പം ഒരു ബ്രോ കേൾക്കുന്നത് കാണുന്നത്. എന്തായാലും ആ പുള്ളി ബാക്കോട്ട് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. ഇനി കുറേ വണ്ടികൾ വരാനുണ്ട്. മാപ്പ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. എന്തായാലും ഈ ഇനി അവരൊക്കെ വരണം. അവരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിടിലം പോലെ ഒരു പിക്കൊക്കെ എടുക്കാം. അതുപോലെ തന്നെ എല്ലാവരും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്ലൂ വണ്ടി വരുന്നുണ്ട്. അത് ഏതാണെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. എന്തായാലും ഒരു ലൈറ്റ് ബ്ലൂ ആണ്. അപ്പോഴത്തേക്കും ആ വണ്ടി നോക്കാൻ വേണ്ടി ഞാനാണെങ്കിൽ നൈസായിട്ട് ഇങ്ങോട്ട് നടന്നിട്ടുണ്ട്. ഏത് വണ്ടിയാണെന്ന് എനിക്ക് അറിയണം ഗീസ്. എനിക്കാണെങ്കിൽ മാപ്പിൽ കണ്ടതേ ഉള്ളൂ, എനിക്കാണ് മനസ്സിലായില്ല. അപ്പോൾ അത് നമ്മുടെ LC ആയിരുന്നു, ഒരു റെഡും അതുപോലെ തന്നെ ബ്ലൂവും തീമിലാണ് അത് ചെയ്തിരിക്കുന്നത്. കൊള്ളാമല്ലേ, റൂഫ് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്ത ഒരു LC നൈസായിട്ടുള്ള ഒരു വണ്ടിയാണ്. എന്തായാലും നമുക്ക് നോക്കാം എത്ര കൂട്ടുകാർ വരുമോയെന്നൊക്കെ. നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ ലാഗാകും. എന്തായാലും എല്ലാവരും വരണം. വരുന്നത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന കാര്യം വേറൊന്നുമല്ല ഗീസ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ബോറാകത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വണ്ടി പ്രാന്തൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ആകാംക്ഷയായിരിക്കും അടുത്ത വണ്ടി ഏതാണ് വരാനായിട്ട് പോകുന്നതെന്ന്. ഇനി കുറേ പേര് വരും ഗീസ്, ഇഷ്ടം പോലെ വണ്ടികളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ അത് കുറച്ചധികം ആ വണ്ടീസിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. എനിക്കറിയാത്ത പേര് നിങ്ങൾ പറഞ്ഞു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗീസ്. എന്തായാലും ഒരു ബ്രോ ആണെങ്കിൽ ഈ ഒരു വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് ഗീസ് എനിക്ക് അറിയാത്തത്. എന്തായാലും അതിൻ്റെ പേര് എന്തോന്ന് അറിയുന്ന കൂട്ടുകാരാണ് ജസ്റ്റ് ആരും ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ആ വണ്ടിയാണ് എന്നെ കൊണ്ടുവന്ന് വിളിച്ചു. നല്ലൊരു ഡിസൈനാണ്, ഒരു റെഡ് തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റിക്കർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് ഗെയ്സ് തോന്നുന്നത്. എന്തായാലും അതെനിക്കറിയത്തില്ല. എന്തായാലും ലൈനപ്പ് ആക്കി ഇടാൻ വേണ്ടി പറയുവാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ചധികം വട്ടം പറയുന്നുണ്ട് ഈ ലൈനപ്പ് ആക്കി ഇടാൻ വേണ്ടിയിട്ട്. ഇവനാണ് ഇടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. മറ്റേ ബ്രോ ആണെങ്കിൽ ആ ഫോളോവർ പറയുന്നത് കേട്ടപ്പോൾ തന്നെ പുള്ളിയാണെങ്കിൽ പോയി ലൈനപ്പ് ആക്കി ഇട്ടു. ഈ ബ്രോ ആണെങ്കിൽ ലൈനപ്പ് ആക്കി ഇടുന്നില്ല. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ കുറേ പേരും കാണും ഗീസ് ഈ ലൈനപ്പ് ആയിട്ടൊന്നും എന്തായാലും മിനിമം ബോധമുള്ളൊരു ഫോളോവർ ആണെങ്കിൽ ഗീസ് നമ്മൾ ലൈനപ്പ് ആക്കി ഇട്ടിരിക്കുന്നതുകൊണ്ട് കൊണ്ടുവന്നിടും. ചിലപ്പോൾ ആ ബ്രോ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും ഇവിടെ ഇട്ടത്. ഞാനാണെങ്കിൽ കുറ്റമല്ല ഗീസ് പറയുന്നത്. ജസ്റ്റ് നമ്മൾ ലൈനപ്പ് മീറ്റപ്പ് വെക്കുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തിടും. എന്തായാലും വേറൊരു ബ്രോ ആണെങ്കിൽ ലൈനപ്പ് ആക്കിയിട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ലോക്ക് മാറ്റി ലൈനപ്പ് ആക്കൂ എന്ന് പറയുന്നുണ്ട്. പുള്ളി ലൈനപ്പ് ആക്കുമെന്നായിരിക്കും ഉദ്ദേശിച്ചത്, എനിക്ക് മനസ്സിലായില്ല കറക്റ്റായിട്ട്. എന്തായാലും വേറൊരു LC വന്നിട്ടുണ്ട്. ഇതൊരു കിടിലം പോലത്തെ സാധനമാണ് ഗീസ്, കൊള്ളാം, നൈസായിട്ടുള്ളൊരു വണ്ടിയാണ്. ഞാനും പറയുന്നുണ്ട് ഗീസ്, ഞാനും കുറേ വട്ടം മെസ്സേജ് ചെയ്യുന്നുണ്ട് ബ്രോ ലൈനപ്പ് ആക്കി ഇടുന്നു. ഞാൻ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത് അത് തന്നെയാണ്. അങ്ങനെ ഗീസ് ഈ ഒരു വണ്ടി കണ്ടപ്പോൾ ഒരു കിടിലം പോലത്തെ വണ്ടി എനിക്കാണെങ്കിൽ ക്രഷായി ഗീസ്. അത്രയും കിടിലം ലുക്കുള്ള ഒരു വണ്ടിയാണ്. നമ്മുടെ ഡിഫൻഡറിൽ നൈസായിട്ടുള്ള ഒരു വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു റൂബിക്കോൺ വന്നിട്ട് ഫ്രണ്ടിൽ കൊണ്ടുവന്നിരുന്നത് ഗീസ്. ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇടാത്ത കാര്യം, ഞാനാണെങ്കിൽ എൻ്റെ പേരുള്ള നമ്മുടെ ഡിഫൻഡർ എടുത്തുകൊണ്ടാണ് വന്നത്. അത് തംബ്നെയിൽ എടുക്കുമ്പോൾ കുറച്ച് ഹൈലൈറ്റ് ആയി നിന്നോളൂ എന്ന് വെച്ച് ഞാൻ കൊണ്ടുവന്നതാണ്. എന്തായാലും ഞാൻ അങ്ങനെ ഫോട്ടോ എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴത്തേക്കും ആ ബ്രോ ആണെങ്കിൽ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് ഞാനാണെങ്കിൽ നൈസായിട്ട് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫോക്കസ് ഒക്കെ വെച്ച് കിട്ടിലും പോലെ കുറച്ച് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ഗൈസ് നിങ്ങൾ തംബ്നെയിലായിട്ട് കാണുന്നത്. നമുക്കൊരു റൈഡൊക്കെ പോവാം. എന്തായാലും നിങ്ങൾ എല്ലാ കൂട്ടുകാരും വെയിറ്റ് ആക്കുക. പിന്നെ ഈ നമ്മുടെ വോയിസ് ഓവർ ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിച്ചേക്കാം. നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ, പയ്യെ എല്ലാം സെറ്റായി വരുന്നതായിരിക്കും. ഇപ്പോൾ എനിക്ക് മെയിനായിട്ടുള്ള വിഷയം ഈ കാറിൻ്റെ ചില കാറിൻ്റെ ഒന്നും എനിക്ക് പേരറിയത്തില്ല ഗൈസ്. നമ്മൾ ഡിഫൻഡർ, LC, റൂബിക്കോൺ അങ്ങനെയൊക്കെ പഠിച്ച് വരുന്നേ ഉള്ളൂ. ഇനി കുറേയധികം പഠിക്കാനും ഉണ്ട്. എനിക്കറിയാത്തത് നിങ്ങൾ പറഞ്ഞു തരിക. നിങ്ങൾക്കെല്ലാം അറിയുന്നവരായിരിക്കാം, അത് കാരണമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പോസ്റ്റ് ഉണ്ടോ എന്ന് കൂടി താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഞാൻ ആദ്യമേ നിങ്ങൾക്ക് പറഞ്ഞൊരു കാര്യമാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് പോയി ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത്
സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും എല്ലാ കൂട്ടുകാരും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗൈസ്. എന്തായാലും നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്തേച്ച് പോവാം. അപ്പോഴത്തേക്കും വേറൊരു ബ്രോ ആണെങ്കിൽ നമ്മുടെ വണ്ടി ഒന്ന് കയറിയിട്ടുണ്ട്. എൻ്റെ വണ്ടിയാണ് ഞാൻ നൈസായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ വണ്ടി അങ്ങനെ മലയൊന്നും കയറത്തില്ല. എന്തായാലും അധികമായിട്ട് നമ്മളിതിൻ്റെ പവറൊന്നും കൂട്ടി വെച്ചിട്ടില്ല. കുറേ ബ്രോയുടെ വണ്ടീസൊക്കെ പവറൊക്കെ കൂട്ടി നല്ല കിടിലൻ ജില്ലെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന സാധനങ്ങളൊക്കെയാണ്. എന്തായാലും നമുക്ക് ആ ഒരു വണ്ടിയൊക്കെ ഓടിച്ച് നോക്കാം. ഞാനാണെങ്കിൽ ഇവിടം വരെ വന്നിട്ടുണ്ട്. എല്ലാവരും വരുന്നില്ല ഗീസ്. ഞാൻ പിന്നെ ഒരു ഹോണും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് അടിക്കുന്നുണ്ട് ഗീസ്. അവർ വരാൻ വേണ്ടിയിട്ടാണ്. കാരണം അല്ലെങ്കിൽ ഞാൻ പോയത് പോലും അവർ മൈൻഡാക്കിയില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും എല്ലാവരും വരുന്നുണ്ട്. ഞാനാണെങ്കിൽ അങ്ങനെ ഈ നൈസായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോഴത്തേക്കും ഈ ഒരു വണ്ടിയിൽ അധികം എനിക്കാണെങ്കിൽ ബാലൻസ് കിട്ടുന്നില്ല ഈ ഓടിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ വണ്ടിയാണ്, കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ നമ്മുടെ ഒരു രീതിക്ക് ആ ഒരു വണ്ടി നിൽക്കുന്നില്ല. അപ്പോഴത്തേക്കും ഞാൻ കുറേ വട്ടം ബാക്കോട്ട് എടുത്ത് പിന്നെ ഇടിക്കും. അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു വണ്ടി മാറാമെന്ന് വിചാരിച്ച് ഇറങ്ങിയപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഈഗോ അടിച്ച് പിന്നെ ഞാൻ അതിൻ്റെ അകത്തോട്ട് കയറി എന്തായാലും ഒന്ന് ഓടിച്ച് നോക്കണമല്ലോ എന്ന് വെച്ച് നമ്മുടെ ഡിഫൻഡർ എടുത്തിട്ടിട്ട് ഞാനാണെങ്കിൽ ഇതുവരെ അങ്ങനെ ഓഫ് റോഡ് റൈഡിനൊന്നും ഈ ഒരു വണ്ടി കൊണ്ടുപോയിട്ടില്ല. ആദ്യത്തെ പ്രാവശ്യമാണ് ഗീസ് നമ്മളിങ്ങനത്തെ ഒരു വണ്ടി കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ പവറൊക്കെ കൂട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഗീസ്. എന്തായാലും കൂട്ടുവാണെങ്കിൽ കുറച്ചുകൂടെ നൈസായിരിക്കും. ഇതിൻ്റെ അകത്ത് കുറേയധികം മച്ചന്മാർ നല്ല വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും അവരുടെയൊക്കെ വണ്ടി നമുക്ക് ഓടിച്ച് നോക്കാം ഗീസ്. നിങ്ങൾ മാക്സിമം എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. ഞാനാണെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ പാളി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഓടിക്കാൻ അറിയാത്ത കാരണം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്കൊക്കെ ഓടിക്കുന്ന ഒരാളാണ്. പക്ഷേ വണ്ടി കയറുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാനാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് വലിച്ച് മലയൊക്കെ കയറ്റുന്നത്. അതിൻ്റെ അകത്താണെങ്കിൽ എല്ലാവരും ഇപ്പോൾ എൻ്റെ പുറകെ വന്നിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ ഫുള്ളായിട്ട് പൊളിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല രീതിക്ക് വണ്ടിക്ക് പണി കിട്ടിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ മലയിലൊക്കെ ചാടിച്ച് കയറ്റിയത് കാരണമാണ്. എന്തായാലും നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഈ ഒരു വണ്ടി കൊണ്ട് ഞാനെനിക്ക് ഓഫ് റോഡ് നല്ല രീതിക്ക് ഓടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നല്ല രീതിക്കൊന്നും ഓടുന്നില്ലായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ ഒരു റോഡിൽ കൂടെ ഒക്കെ ഓടിക്കാം. നമുക്കല്ലാതെ മല കയറ്റാനൊക്കെ ഭയങ്കര പാടാണ്. ജസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാനാണെങ്കിൽ വലിയ മലയൊക്കെ ഓടിച്ച് കയറ്റുന്നുണ്ട്, പക്ഷേ കയറുന്നില്ല. ഞാനത് ഓടിച്ച് കാണിച്ചു തരാം. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇവിടെ നിർത്തിയിട്ട് ഇറങ്ങിയിട്ട് വേറൊരു വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ ഒരു വണ്ടി ഭയങ്കര പോസ്റ്റാണ്. എനിക്കാണെങ്കിൽ ഈ ഒരു വണ്ടി ഓടിച്ചിട്ടൊരു ഗുമ്മും കിട്ടുന്നില്ല. അങ്ങനെ നമ്മളാണെങ്കിൽ ഈ ഒരു LC എടുക്കാനായിട്ട് പോവാണ്. ഒരു നീറ്റായിട്ടുള്ള വണ്ടി. എന്തായാലും ഈ ഒരു നീറ്റായിട്ടുള്ള വണ്ടി നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഇത് എങ്ങനെ ഉണ്ടെന്ന് നമുക്കറിയത്തില്ലല്ലോ. എന്തായാലും ഈ ഒരു LC നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ പുള്ളിക്കാരനാണെങ്കിൽ വണ്ടി ലോക്ക് ചെയ്തിരിക്കുവാണ്. ഇപ്പോൾ പുള്ളിയാണെങ്കിൽ ലോക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും പുള്ളിയിലേക്ക് കൂടെ നമുക്ക് കയറാനായിട്ട് പറയാം. അല്ലെങ്കിൽ പുള്ളി നമ്മുടെ കൂടെ വരത്തില്ല. അപ്പോഴത്തേക്കും വണ്ടി ബാക്കോട്ട് പോകുന്നു. ഇടയ്ക്ക് എനിക്ക് വരാറുള്ള ബഗ്ഗാണ്. നിങ്ങൾക്ക് വരുമോ എന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളാണെങ്കിൽ ആക്സിലേറ്റർ കൊടുക്കുമ്പോഴത്തേക്കും വണ്ടി മൂവ് ആകത്തില്ല. ബ്രേക്കിൽ ഇങ്ങനെ ഒരു സ്വിച്ച് ഇങ്ങനെ അമങ്ങി തന്നെ ഇരിക്കും, അത് മാറത്തുമില്ല. അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കാണെങ്കിൽ ഇടയ്ക്ക് അങ്ങനത്തെ ബഗ്ഗൊക്കെ വരും. ഞാനങ്ങനെ ഫൈനലി ആ ഒരു വണ്ടി ഇങ്ങനെ ജസ്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല, അത് മൂവ് ആവുന്നില്ല. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എന്തായാലും ഞാനാണെങ്കിൽ ആക്സിലേറ്റർ കൊടുക്കുന്നുണ്ടെങ്കിലും മൂവ് ആകുന്നില്ല. അപ്പോഴത്തേക്ക് ഞാൻ ഒന്നുകൂടെ ഇറങ്ങിയിട്ട് പിന്നെയും കയറുവാണ്. ചിലപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കയറുവാണ്. അങ്ങനെ കയറിയിട്ട് നമ്മളാണെങ്കിൽ നേരെ വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പയ്യെ ഓടുന്നുണ്ട്. എന്തായാലും നമുക്ക് ഓടിച്ച് നോക്കാം ഇത് എങ്ങനെ ഉണ്ടെന്ന്. എന്തായാലും അത്യാവശ്യം കൊള്ളാം. നമ്മുടെ ഡിഫൻഡറിനെക്കാളും ഒക്കെ കൊള്ളാം ഗീസ്. നമ്മുടെ ഡിഫൻഡറിന് കുറച്ചുകൂടെ പവർ കൂട്ടണം ഗീസ്. എന്നാൽ മാത്രമേ ഒന്ന് നല്ല രീതിക്ക് മലയൊക്കെ കയറത്തുള്ളൂ. എന്തായാലും നമുക്ക് അതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഒരു മീറ്റപ്പ് കൂടെ വെക്കാം. അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചെക്കനെ എടുത്തുകൊണ്ട് ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നൈസായിട്ടുള്ളൊരു വണ്ടിയാണ്. ജസ്റ്റ് ഒന്ന് മറിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ പ്രശ്നമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉരുണ്ട് പോകും. ഇത് നിൽക്കുന്നില്ല, അതാണ് മെയിൻ വിഷയം. അങ്ങനെ ഫൈനലി ഒരു 3-4 ഉരുട്ട് കഴിഞ്ഞ് ജസ്റ്റ് പുള്ളിക്കാനാണെങ്കിൽ വന്ന് നിന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനി ഓടിച്ചു പോകാം. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു കയറ്റാൻ കയറാൻ പോലും ഈ വണ്ടിക്ക് പറ്റുന്നില്ല ഗീസ്. കാരണം അത്രയും ഞാൻ കൊടുത്തോണ്ടിരിക്കുകയാണ്, പക്ഷേ കയറുന്നില്ല വണ്ടി. ആ ഒരു ഡിഫൻഡറൊക്കെ ആണെങ്കിൽ പുട്ടുപോലാണ് കയറിപ്പോകുന്നത്. ഒരു നൈസായിട്ടുള്ള ഡിഫൻഡറാണ്. എനിക്കാണെങ്കിൽ ആ ഒരു വണ്ടി കൂടെ ഓടിക്കണമെന്നുണ്ട് ഗീസ്. എന്തായാലും നമ്മൾ ഓടിക്കും ഉറപ്പായിട്ടും. അതൊക്കെ കാണാം നിങ്ങൾക്ക് വീഡിയോയുടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ആ ഒരു വണ്ടിയൊക്കെ നമ്മൾ മേടിച്ച് ഓടിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഗീസ് നമ്മളാണെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ചില്ലും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ആയിട്ട് എന്തായാലും നമുക്ക് കയറാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ആക്സിലേറ്റർ കൊടുക്കുന്നുണ്ടെങ്കിലും വണ്ടി പിന്നെയും കയറും, ഇങ്ങനെ ഇതായി തന്നെ നിൽക്കുവാണ്, അല്ലാതെ കയറുന്നില്ല. ഇങ്ങനെ ആമ നിരങ്ങുന്ന കണക്കാണ് ഈ ഒരു വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഡിഫൻഡർ ഏകദേശമൊക്കെ ആ ഒരു മോഡൽ തന്നെയാണ്. അങ്ങനെ ഗീസ് ഞാനാണെങ്കിൽ നൈസായിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ ഓക്കെയാണ്, പക്ഷേ ആ ഒരു സ്ഥലത്ത് മാത്രമേ ഈ കുറച്ച് കയറാതിരുന്നുള്ളൂ. എന്തായാലും നമ്മൾ ഇവിടെ നിർത്തിയിട്ട് വേറൊരു ബ്രോയ്ക്ക് വണ്ടി തരുമോ ചോദിക്കാനായിട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ കാര്യം നടക്കത്തില്ല. ഞാനാണെങ്കിൽ മലയൊക്കെ കയറ്റി ഫുള്ളായിട്ട് അലമ്പാക്കാമെന്നും പറഞ്ഞ് കൊണ്ടുവന്നതാണ്, പക്ഷേ ഒരു പരിപാടിയും നടന്നില്ല.
എന്തായാലും ഞാൻ അലമ്പാക്കാനാണ് കൊണ്ടുവന്നെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ വണ്ടി നശിപ്പിക്കുമെന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഈ നമുക്ക് മലയൊക്കെ കയറി ഇങ്ങനെ ജില്ലെന്ന് പറഞ്ഞിരിക്കുന്ന വണ്ടികൾ വേണം. അപ്പോഴത്തേക്കും ആരുടെ വണ്ടിയാണ് അതിന് നല്ലതെന്ന് നോക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുക്കാനായിട്ട് പോവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സൈഡിലാണ് വേറൊരു LC ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. എന്തായാലും ഈ ചെക്കനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഇത് എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ലല്ലോ. പുള്ളി ഇത് ലോക്കാക്കി വെച്ചിരിക്കുകയാണ്. പുള്ളി കുറച്ച് കഴിഞ്ഞ് ഇത് അൺലോക്കാക്കി തന്നിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ഇതിനകത്ത് കയറിയിട്ട് ഇത് ഓടിച്ച് നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഡിസൈനൊക്കെ കണ്ടിട്ട് ഈ ഒരു LC നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഓടിച്ച് നോക്കാം. ഈ ഒരു ഡിസൈൻ വെച്ചല്ലല്ലോ കാര്യം, ഇതിൻ്റെ പവർ ആണ് കാര്യം. എന്തായാലും നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. കൊള്ളാം കേസ്, ഒരു നൈസ് വണ്ടിയാണ്. നൈസായിട്ട് കയറി പോകുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്തപ്പോഴത്തേക്കും പിന്നെ ഞാൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഒറ്റയടിക്കാണ് കയറി പോകുന്നത്. കൊള്ളാം, ഒരു നൈസ് സാധനമാണ്. നേരത്തെ ഓടിച്ച LCനെ കാട്ടും കുറച്ചുകൂടി ബെറ്ററാണിത്. അതിൻ്റെ അകത്താണെങ്കിൽ ഡിസൈൻ ഒന്നും അടിച്ചിട്ടില്ല, ഒരു നീറ്റ് പെയിൻറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാനാണെങ്കിൽ ആ ഒരു കാറ് നൈസിന് മാറ്റിയിട്ട് ഡിഫൻഡർ എടുക്കാനായിട്ട് പോവാണ്. ആ വണ്ടിയും കൊള്ളാം കേസ്. അതുപോലെ തന്നെ ഡിഫൻഡർ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഈ ഒരു ഡിഫൻഡർ ഞാൻ നേരത്തെ ഓടിക്കണമെന്ന് വിചാരിച്ചാണ്. അമ്മാതിരി പവറാണ് കേസ്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഞാനാണെങ്കിൽ നേരെ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ പവർ ജസ്റ്റ് ഒന്ന് ഞാൻ ആക്സിലേറ്റർ കൊടുക്കുമ്പോഴത്തേക്കും വണ്ടി പറക്കുവാണ്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഞാൻ പയ്യാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കൊടുത്താൽ പറക്കും. അമ്മാതിരി പവറാണ്. നൈസായിട്ടുള്ളൊരു വണ്ടിയാണ്. ബ്രോയുടെ ഇൻസ്റ്റൈഡിയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു വണ്ടി ഓടിക്കണമെന്ന് താല്പര്യമുള്ള കൂട്ടുകാരാണെങ്കിൽ പുള്ളിയുടെ ഇൻസ്റ്റൈഡി കോൺടാക്ട് ചെയ്താൽ മതി. പുള്ളി അതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇൻസ്റ്റൈഡിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഒക്കെ വണ്ടി ഉണ്ടോ എന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്തായാലും എൻ്റെ കയ്യിലാണെങ്കിൽ അത്യാവശ്യം പവർ കൂടിയ വണ്ടിയൊക്കെ കുറവാണ്. നമ്മുടെ BMനും ഞാനാണെങ്കിൽ വലിയ പവറൊന്നും കൂട്ടിയിട്ടില്ല. പവർ കൂട്ടണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ഞാനാണെങ്കിൽ ഒരു വണ്ടി ഇറക്കാൻ പോകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ചിലപ്പോൾ അത് ഇറക്കുമ്പോഴത്തേക്കും നമ്മൾ പവറൊക്കെ കൂട്ടി ഒരു നൈസാക്കി ഇറക്കത്തുള്ളൂ. എന്നാലും ഈ ചെറിയൊരു മീറ്റപ്പ് ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് മീറ്റപ്പിൽ നിങ്ങളും വരാനായിട്ട് ശ്രമിക്കുക. മീറ്റപ്പിന് വരേണ്ടത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇൻസ്റ്റൈഡിയാണ് എൻ്റെ ബയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റേ വന്ന് ജസ്റ്റ് ഫോളോ ചെയ്ത് വെച്ചാൽ മാത്രം മതി. നമ്മൾ വൈകിട്ടൊക്കെ ആകുമ്പം റൂമിൻ്റെ IDയും പാസും അതിൻ്റെ അകത്തായിരിക്കും ഇടുന്നത്. അപ്പോൾ ഗെയ്സ് എല്ലാവരും വരാനായിട്ട് ശ്രമിക്കുക. ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.